ബീഹാർ ബാറ്റിൽ. ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തും. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 64% റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ബീഹാറിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഏത് രീതിയിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്? ഒപ്പം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണോ ഒരുക്കിയിരിക്കുന്നത്? രോഹിണി, ബീഹാറിൽ 122 മണ്ഡലങ്ങളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് നടന്നു. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സീതാമഠി മേഖലയിൽ 32 പോളിംഗ് ബൂത്തുകൾക്ക് സമീപമാണുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ നിര ആളുകളുടെ, വോട്ടർമാരുടെ വലിയ ക്യൂ കാണാൻ സാധിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ തന്നെ രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ അധികവും ഗ്രാമീണ മേഖലകളാണ്. കർഷകർക്ക് കൂടുതൽ വോട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറിൽ വൻ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതീക്ഷിച്ചിരുന്നു. അതിനനുസൃതമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക നിരീക്ഷണം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ CCTV ദൃശ്യങ്ങൾ, നേരത്തെ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ CCTV നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPFും അർദ്ധസൈനിക വിഭാഗവും ബീഹാർ പോലീസും ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. അത്തരത്തിൽ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ബീഹാറിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉള്ളതിന് സമാനമായി ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിലും യാതൊരു തരത്തിലുമുള്ള ആക്രമങ്ങളോ അല്ലെങ്കിൽ ബൂത്ത് പിടുത്തമോ സ്ഫോടനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ സമാധാനപരമായും ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. അതിന് വളരെ കൃത്യമായി അതിന് സമാനമായി തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും വളരെ സമാധാനത്തോടുകൂടി പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വോട്ടിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ട് ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവം പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. 122 മണ്ഡലങ്ങളിലായി 3,70,00,000 വോട്ടർമാരാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്താനുള്ളത്. അതിൽ എത്രത്തോളം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ച് 64% മികച്ച പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ അതിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത്. ഗയ, മധുബനി, കൂടാതെ കിഷൻഗഞ്ച്, ചമ്പാരൻ മേഖല, ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ മേഖല, സീതാമഠി തുടങ്ങിയിട്ടുള്ള ജില്ലകൾ, 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ്. അതിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ മേഖല BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെയും 21 മണ്ഡലങ്ങളിൽ 16-ലധികം സീറ്റുകളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കൂടാതെ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന 122 മണ്ഡലങ്ങളിൽ 42 സീറ്റുകളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കൂടാതെ 70ഓളം സീറ്റുകൾ മുഴുവൻ NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതായത് NDAക്ക് BJPയും JDUവും LJPയും HAMും നേതൃത്വം നൽകുന്ന NDAക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെയും പോളിംഗ് ബൂത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ CRPFിൻ്റെയും ഒപ്പം അർദ്ധസൈനിക വിഭാഗം ബീഹാർ പോലീസുമാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അതിവിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, കേവലം വോട്ടെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഒന്ന് സമാധാനപരമായി പോളിംഗ് ഉറപ്പാക്കുക, എല്ലാ വോട്ടർമാർക്കും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരമൊരുക്കുക, ഒപ്പം ഇതൊരു ഉത്സവമായി കൊണ്ടാടുക എന്ന ആശയം പ്രത്യേകിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ സാംസ്കാരിക പരിപാടികൾ, തനത് സാംസ്കാരിക വേഷങ്ങൾ, ഇതെല്ലാം തന്നെ ഓരോ പോളിംഗ് ബൂത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പോളിംഗ് ബൂത്തും വിവിധ കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. വനിതാ സൗഹൃദം, കൂടാതെ പിങ്ക് വോട്ടിംഗ് പോളിംഗ് ബൂത്തുകൾ, അത്തരത്തിൽ വിവിധ കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ദിവസങ്ങൾ നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു ബീഹാറിലെ മുഴുവൻ 243 മണ്ഡലങ്ങളിലും കഴിഞ്ഞൊരു മാസത്തിലധികമായി നടന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണം ആരംഭിച്ചു. ഇവിടെയും ഭരണ തുടർച്ച നേടുന്നതിന് വേണ്ടി BJPയും JDUവും LJPയും എല്ലാം ഉൾപ്പെടുന്ന NDA സഖ്യവും ഒപ്പം
ഭരണമാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ RJDയും അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് 120 മുതൽ 140 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് NDA ഭരണ തുടർച്ച നേടും. RJD മികച്ച പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും ഇന്ത്യ മുന്നണി പരമാവധി 110 സീറ്റുകൾ വരെ മാത്രമേ നേടൂ എന്നുമാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിച്ചിരുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. അതായത് എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലസൂചന. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പ് ക്രമീകരണങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ വിവിധ വാർത്താ ഏജൻസികൾ മറ്റ് സർവേ നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടുള്ള എക്സിറ്റ് പോൾ പുറത്തുവരും. ആ എക്സിറ്റ് പോളിലേക്കാണ് ഇനി ബീഹാർ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്. എക്സിറ്റ് പോൾ ഏത് ദിശയിലേക്ക് വിരൽ ചൂണ്ടും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം മുഴുവൻ തന്നെ ഉറ്റുനോക്കുകയാണ്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിൽ അത്രയധികം പ്രാധാന്യമുണ്ട്. ഇനി വരാനിരിക്കുന്ന നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഒപ്പം ദേശീയ തലത്തിൽ BJPയും JDUവും എല്ലാം ചേർന്നാണ് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഭരണം നിലനിർത്തുക എന്നുള്ളത് NDA സംബന്ധിച്ച അഭിമാന പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 20 വർഷമായി NDA ആണ് ബീഹാർ ഭരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കി. ഒപ്പം സുശാസൻ ബാബു എന്ന പേരിൽ കൃത്യമായി ജനപിന്തുണ നേടിയെടുക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന ദേശീയ രാഷ്ട്രീയത്തിനും ബീഹാറിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രിയുടെ എല്ലാം മെഗാ റോഡ് ഷോകളിലുള്ള വൻ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇന്ന് അവസാന ഘട്ടത്തിൽ 122 മണ്ഡലങ്ങൾ കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. രാവിലെ മുതൽ തന്നെ, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ 1 മണിക്കൂർ ആയിട്ടില്ല, ആ ആദ്യ മണിക്കൂറിൽ തന്നെ വൻ നിരയാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള പോളിംഗ് ബൂത്തുകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സീതാമടി മേഖലയിലാണ്. അതായത് ജാനകി ദേവിയുടെ സീതാദേവിയുടെ ജന്മനാട്ടിലാണ്. ഇവിടെയും സീതാമടിയിലെ പോളിംഗ് ബൂത്ത് 31, 32 ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്നത് പട്ന ഉൾപ്പെടെ ബീഹാറിൻ്റെ സെൻട്രൽ മേഖലയായിരുന്നു. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങൾ, മറ്റ് പുതിയ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്നവർ, അത്തരത്തിലൊരു നഗര കേന്ദ്രീകൃത മേഖലകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഭൂരിപക്ഷ മേഖലയും ഗ്രാമപ്രദേശങ്ങളാണ്. അതിലധികം ഭൂരിപക്ഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പദ്ധതികൾ, കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനം, വീട്, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം ഊന്നിക്കൊണ്ടായിരുന്നു NDAയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്കും NDAയ്ക്കും അതിശക്തമായ സ്വാധീനമുള്ള കൂടുതൽ സിറ്റിംഗ് സീറ്റുകൾ നിലവിൽ ഈ 122 ഏകദേശം 70ഓളം സീറ്റുകൾ NDAയുടെ സിറ്റിംഗ് സീറ്റുകൾ കൂടിയാണ്. 42ഉം BJPയുടെ മാത്രം സിറ്റിംഗ് സീറ്റുകളാണ്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ BJPയുടെയും NDA ബെൽറ്റുകളിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധിക്കുമോ എന്ന ശ്രമം RJDയും തേജസ്വി യാദവും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം RJDയുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ വോട്ട് ഒരു പരിധിവരെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി സുരക്ഷാ പാർട്ടിക്ക് വലിയ പ്രചാരണം സംസ്ഥാനത്തുടനീളം നടത്തിയിരുന്നു. പക്ഷേ മണ്ഡലങ്ങളിൽ വിജയസാധ്യത വളരെ കുറവാണെങ്കിലും RJDയുടെ വോട്ട് പരമാവധി കുറയ്ക്കാൻ പ്രശാന്ത് കിഷോറിന് സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ RJD ശക്തമാകുമ്പോഴും കോൺഗ്രസും ഇടതു പാർട്ടികളും അത്രത്തോളം പ്രകടനം കാഴ്ചവെക്കാത്തതും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഏതായാലും പോളിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലെ തിരക്ക് കാണുമ്പോൾ ഒന്നാം ഘട്ടത്തിന് സമാനമായി രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും അതിശക്തമായ അല്ലെങ്കിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് കരുതേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അതല്ലെങ്കിൽ രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ ഒരു തിരക്കാണിപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ കാണുന്നത്. രോഹിണി.